നിങ്ങളുടെ ജീവിതത്തിൽ ക്ലോസ്ഡ് ഹെവൻ്റെ സീസണുകൾ ഉണ്ടായിട്ടുണ്ടോ? വരൾച്ച, അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ഒരു ദൈവസാന്നിധ്യം അനുഭവിക്കാൻ പറ്റുന്നില്ല, എന്തൊക്കെയോ അടഞ്ഞുകിട, എന്തൊക്കെയോ സ്വാതന്ത്ര്യമില്ലാത്ത പോലെ അങ്ങനെയുള്ള സീസൺസ് ഉണ്ടായിട്ടുണ്ടോ? ഗുഡ് ന്യൂസ്, ഏപ്രിൽ 1 ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവപ്രസാദത്തിൻ്റെ ഒരു സീസൺ ആരംഭിച്ചിരിക്കുന്നു. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി. എല്ലാവരെയും ഇന്നത്തെ മോർണിംഗ് ഗ്ലോറി എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു. ആഴ്ചയിലെ ഒരു മധ്യ ദിവസത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മൾ വീണ്ടും കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് കേൾക്കാൻ പോവുകയാണ്. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഓപ്പൺ ഹെവൻ, തുറക്കപ്പെട്ട സ്വർഗം. എത്ര പേർക്ക് തുറക്കപ്പെട്ട സ്വർഗം നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ, നിങ്ങളുടെ ബിസിനസ്സിൻ്റെ മേലൊക്കെ ആവശ്യമുള്ള വ്യക്തികൾ ചേർന്നൊരു ആമേൻ പറഞ്ഞാലും. ആമേൻ, ആമേൻ. കർത്താവിൻ്റെ വലിയ ഫേവർ നമ്മുടെ ലൈഫിൽ കർത്താവ് അയക്കും. തുറക്കപ്പെട്ട സ്വർഗത്തിൻ്റെ അടിയിലുള്ള എല്ലാ വ്യക്തികളും ദൈവത്തിൻ്റെ പ്രസാദത്തിൻ്റെ അടിയിലാണ്. ആമേൻ. നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത കീ സ്പോൺസറിന് വേണ്ടി പ്രാർത്ഥിക്കാം. എറണാകുളത്ത് നിന്നുള്ള ഒരു സിസ്റ്ററാണ്. ഇളയ മകന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ സിസ്റ്ററിൻ്റെ ഇളയ മകന് വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് കൊടുത്തിരിക്കുന്ന നല്ല അവസരത്തിനായി നന്ദി പറയുന്നു. അത് നല്ല രീതിയിൽ ഉപയോഗിക്കാനും അതിനെ പൂർത്തീകരിക്കുവാനും അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ മകൻ്റെ ഭാവിയിലുള്ള എല്ലാ കാര്യങ്ങളിലും അങ്ങ് കൂടിയിരിക്കണമേ. നെക്സ്റ്റ് ലെവലിലേക്ക് കയറുന്ന ഈ നിമിഷത്തിൽ കർത്താവെ അങ്ങ് സംരക്ഷിച്ച്, കർത്താവെ അങ്ങയുടെ കരുതൽ, അങ്ങയുടെ പദ്ധതി എല്ലാം വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ സിസ്റ്ററെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ സ്പോൺസറിനെ ബ്ലെസ് ചെയ്യുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ട് തന്നെ ഞാൻ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ, അമേൻ, അമേൻ. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ഇതുപോലെ അനേകർക്കും എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യാൻ കർത്താവ് സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ വചന സന്ദേശത്തിലേക്ക് പ്രവേശിക്കും. അതിനു മുമ്പ് നമ്മൾ ആരാധിക്കും. ബട്ട് അതിനു മുമ്പ് നമ്മുടെ ചില മീറ്റിങ്സിൻ്റെ ചില വീഡിയോസ് നിങ്ങൾ ഈ സമയത്ത് കാണാൻ പോവുകയാണ്. Something exciting is coming your way this April 4th. We're excited to be coming to Thiruvananthapuram on the 4th of April, that is Saturday, for the celebration of the cross. Tu karo jai jaikar, tu karo jai jaikar, tu karo jai jaikar, tu karo jai jaikar. कौन है राजाओं का राजा, कौन है दुनिया का बादशाह, कौन है राजाओं का. ഇതിലൂടെ എല്ലാം നിങ്ങൾക്ക് ഈ ആഴ്ച നടക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മറ്റന്നാൾ നമുക്ക് ഗുഡ് ഫ്രൈഡേ സർവീസ് നടക്കുന്നു. ഈ സാറ്റർഡേ നമുക്ക് നമ്മുടെ സെലിബ്രേഷൻ ഓഫ് ദി ക്രോസ് ഗ്രീൻ ഫീൽഡ് സ്റ്റേഡിയത്തിൽ ട്രിവാൻഡ്രത്ത് വെച്ച് നടക്കുന്നു. സോ അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് തയ്യാറെടുക്കാം. ആമേൻ. ഗോഡ് ബ്ലെസ് യു. എന്നും നിറയ്ക്കും പാനപാത്രമുണ്ടെന്നും ഇന്നുവരെയും അത് കുറുകിയിട്ടില്ല. എന്നും നിറയ്ക്കും പാനപാത്രമുണ്ടെന്നും ഇന്നുവരെയും അത് കുറഞ്ഞിട്ടില്ല. എന്താഹം തീർക്കുന്ന ജീവനദിയുണ്ടെന്നും ഒരു നാളും വറ്റിപ്പോകില്ല. എന്താഹം തീർക്കുന്ന ജീവനദിയുണ്ടെന്നും അതൊരു നാളും വറ്റിപ്പോകില്ല. സ്വരത്താൽ എന്നെ നയിച്ചതിനാൽ ഹല്ലേലൂയ പാടിയിടും. സ്വര
വെൽക്കം ബാക്ക്. പുതിയ ഒരു മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഏപ്രിൽ മാസം 2026 ഏപ്രിൽ മാസം സൂപ്പർ നാച്ചുറൽ ബ്ലെസ്സിങ്ങിൻ്റെ മാസമാണ്. വാവ് വാവ് വാവ്, ഐ ആം സോ എക്സൈറ്റഡ്. ചില ആളുകളൊക്കെ ഈ ദിവസത്തെ ഏപ്രിൽ ഫൂൾ എന്നൊക്കെ വിളിക്കുക, ഏപ്രിൽ ഫൂളിൻ്റെ ദിവസമായിട്ടൊക്കെയാണ് കാണുന്നത്. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരു പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുകയാണ്, പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത്. അങ്ങനെയെങ്കിൽ ഒരു സൂപ്പർ നാച്ചുറൽ ബ്ലെസ്സിങ് എന്നെ ദൈവത്തിൻ്റെ ഒരു പ്രവാചകനായിട്ട് അങ്ങ് കണക്കാക്കുക, എന്നിട്ടങ്ങ് വിശ്വസിക്കുക. ഒരു സൂപ്പർ നാച്ചുറൽ ബ്ലെസ്സിങ് എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക്, ഒരു പക്ഷേ ശുശ്രൂഷകരാണെങ്കിൽ അവരുടെ ജീവിതത്തിലേക്ക്, ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ ബിസിനസ്സിലേക്ക്, ജോലിയിലേക്ക്, എല്ലാ മേഖലകളിലേക്കും ദൈവത്തിൻ്റെ ഒരു സൂപ്പർ നാച്ചുറൽ ബ്ലെസ്സിങ്ങിനെ ഇന്ന് സ്വീകരിക്കുക. ഇന്നത്തെ ദിവസം നിങ്ങൾ ഡയറി എടുത്തൊന്ന് നോക്കിയാൽ ഏപ്രിൽ 1 ബുധനാഴ്ച ദിവസം അവിടെ കൊടുത്തിരിക്കുന്നത് ഓപ്പൺ ഹെവൻ. വാവ്, തുറന്ന സ്വർഗം ആണ് നമ്മുടെ ഫോക്കസ് വേർഡ്. അതുപോലെ മലാഖി 3-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വചനം അവിടെ കൊടുത്തിട്ടുണ്ട്. മലാഖി 3:10 ഫോക്കസ് വേഴ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ദ ഹോൾ വേഴ്സ് ഇസ് ദെയർ. ടെസ്റ്റ് മീ ഇൻ ദിസ്. സാധാരണ ദശാംശത്തെക്കുറിച്ചൊക്കെ പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണ് പഴയ നിയമത്തിൽ. എന്നാൽ അതിൽ നിന്നുള്ള ചില കാര്യങ്ങൾ ഫോക്കസ് വേഴ്സായിട്ട് കണ്ട്, ദശാംശം പുതിയ നിയമത്തിൽ കൊടുക്കണം എന്നുള്ള രീതിയിലല്ല നിങ്ങൾ പോഡ്കാസ്റ്റൊക്കെ കണ്ടു കാണും. ഇല്ലെങ്കിൽ അതൊന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക. ദശാംശത്തെക്കുറിച്ചുള്ളൊരു പോഡ്കാസ്റ്റ് ബ്ലെസ്സിങ് ടുഡേയിൽ നിന്ന് ഫ്രൈഡേകളിൽ ചെയ്യുന്ന പോഡ്കാസ്റ്റിൽ വന്നിട്ടുണ്ട്. പുതിയ നിയമത്തിൽ ദശാംശം കൊടുക്കണോ അന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചത് വാച്ച് ചെയ്യണം, കണ്ടിട്ടില്ലെങ്കിൽ. ഒരുപക്ഷെ അതിൻ്റെ ലിങ്കൊക്കെ ഇട്ട് കൊടുക്കാൻ സാധിക്കും മീഡിയയ്ക്ക്. ടെസ്റ്റ് മീ ഇൻ ദിസ് സേസ് ദ ലോർഡ് ഓൾമൈറ്റി. ഇക്കാര്യത്തിൽ നിങ്ങൾ എന്നെ പരീക്ഷിക്കുവിൻ. എന്നിട്ട് കർത്താവ് പറയും, ആൻഡ് സീ ഇഫ് ഐ വിൽ ത്രോ ഓപ്പൺ ദ ഫ്ലഡ് ഗേറ്റ്സ് ഓഫ് ഹെവൻ. അങ്ങനെ നിങ്ങൾ പരീക്ഷിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിലെ കിളിവാതിലുകൾ എന്നാണ് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അവിടെ വരേണ്ടത് അങ്ങനെയല്ല, ഫ്ലഡ് ഗേറ്റ്സ്. ഫ്ലഡ് ഗേറ്റ് എന്ന് പറഞ്ഞാൽ അണക്കെട്ടുകളിലൊക്കെ ഇങ്ങനെ വലിയ വെള്ളച്ചാട്ടത്തെ നിയന്ത്രിക്കാൻ, ഐ മീൻ ഷട്ടറുകൾ, ചീപ്പുകളൊക്കെ ഇല്ലേ, അങ്ങനെ തുറക്കുന്ന അതിനെയാണ് ഫ്ലഡ് ഗേറ്റ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ആ ഗേറ്റ് തുറന്ന ഫ്ലഡാണ്. 2018 കേരളത്തിലെ വെള്ളപ്പൊക്കം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ള ചീപ്പുകൾ അങ്ങ് തുറന്നു, ഷട്ടറുകൾ തുറന്നപ്പോഴാണ് ഫ്ലഡ് വന്ന്. അതല്ലാതെ ആകാശത്തിൻ്റെ കിളിവാതിൽ എന്നുള്ള അർത്ഥത്തിലല്ല. ഫ്ലഡ് ഗേറ്റ്സ് ഓഫ് ഹെവൻ, സ്വർഗത്തിൽ നിന്നുള്ള വലിയ വെള്ളച്ചാട്ടങ്ങൾ. ആൻഡ് pour out so much blessing and there will not be room enough to store it. അപ്പോൾ ആ സ്വർഗത്തിലെ വലിയ ചീപ്പുകൾ തുറന്ന് സ്ഥലം പോരാതെ വണ്ണം നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കയില്ലയോ എന്നാണ് കർത്താവ് പറയുന്നത്. ഡെക്ലറേഷൻ നോക്കുക. ഹെവൻ ഈസ് ഓപ്പൺ ഓവർ മീ ടുഡേ. എല്ലാവരും ഒന്ന് കൈകൾ ഉയർത്തി ഒന്ന് പറഞ്ഞേ, സ്വർഗം എൻ്റെ മേൽ ഇന്ന് തുറക്കപ്പെട്ടിരിക്കുന്നു. Abundance flow freely into every area of my life. സമൃദ്ധി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നു. അത് പ്രഖ്യാപിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ഈ വചനം, ഇന്നത്തെ ഫോക്കസ് വേർഡ്, ഓപ്പൺ ഹെവൻ, അതൊക്കെ കമൻറ്റ് സെക്ഷനിൽ ദയവായിട്ടൊന്ന് ടൈപ്പ് ചെയ്തിടണേ. പ്ലീസ് എല്ലാവരും ടൈപ്പ് ചെയ്തിടുക. അതിനാൽ ഗുണം, നിങ്ങളിതിന് സാക്ഷ്യം വഹിക്കുക, നിങ്ങളിതിനോട് ആമേൻ പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് ഏറ്റെടുക്കുക. ചിലർക്ക് അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല, എഴുതി വെച്ചാൽ പോരെ. പക്ഷേ നമ്മൾ ഇതിനെ പരസ്യപ്പെടുത്തുന്നതിലും വിശ്വസിക്കുന്നതിലും വിശ്വാസം പ്രഖ്യാപിക്കുന്നതിനൊക്കെ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. ബൈബിൾ റീഡിംഗ് പ്ലാൻ ഇതിലുണ്ട്, അത് നോക്കി ദയവായി നിങ്ങൾ വായിക്കണം. ഓക്കെ, 4 കാര്യങ്ങൾ പറഞ്ഞോട്ടെ. റെഡി? നമ്പർ 1, an open heaven represents God's favor and activity. തുറക്കപ്പെട്ട സ്വർഗം ദൈവപ്രസാദത്തെയും ദൈവത്തിൻ്റെ പ്രവൃത്തികളെയും പ്രതിനിധാനം ചെയ്യുന്നു. അപ്പോൾ സ്വർഗം തുറന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അനുകൂലത, ദൈവത്തിൻ്റെ പ്രസാദം, ദൈവത്തിൻ്റെ പ്രവൃത്തി ഇതാ ആ വ്യക്തിയുടെ മേൽ, അല്ലെങ്കിൽ ആ സഭയുടെ മേൽ, ആ കുടുംബത്തിൻ്റെ മേൽ, ആ ദേശത്തിൻ്റെ മേൽ
ഇറങ്ങി വരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ദ ഫ്രേസ് ഓപ്പൺ ഹെവൻ ഡിസ്ക്രൈബ്സ് എ സീസൺ when God's presence, guidance, blessing, etc. flow freely. ഇതിൽ പറയുന്ന ഈ തുറക്കപ്പെട്ട സ്വർഗം എല്ലാവരും പറഞ്ഞ വാഗൊണ്ട് പറഞ്ഞ തുറക്കപ്പെട്ട സ്വർഗം വാഗൊണ്ട് പറ ഓപ്പൺ ഹെവൻ കമൻറ്റ് സെക്ഷൻ ടൈപ്പ് ചെയ്ത് ഓപ്പൺ ഹെവൻ തുറക്കപ്പെട്ട സ്വർഗം ഇത് പറയുമ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ തുറന്നു വരും. അതുകൊണ്ട് വിവക്ഷിക്കുന്നത് എന്താണ്? തുറക്കപ്പെട്ട സ്വർഗം എന്നൊരു കാലഘട്ടമാണ്. ഞാൻ വിശ്വസിക്കുന്ന ഏപ്രിൽ മാസം 1 ഇന്ന് മുതൽ നിങ്ങളുടെ ജീവിതത്തിലൊരു സീസൺ തുറക്കുക. മാമ്പഴത്തിൻ്റെ സീസൺ, ഓറഞ്ചിൻ്റെ സീസൺ, പ്ലമ്മിൻ്റെ സീസൺ എന്നൊക്കെ പറയുന്നത് പോലെ, ഫ്ലവറിൻ്റെ സീസൺ എന്ന് പറയുന്നത് പോലെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളുടെ ഒരു സീസൺ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിന് തുറക്കുകയാണ്. ഏപ്രിൽ 1 ഇന്ന്. മാർക്ക് മൈ വേർഡ്സ്. വിശ്വസിക്കുന്നവർ കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യുക, ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ സീസൺ, അനുഗ്രഹത്തിൻ്റെ സീസൺ, സമൃദ്ധിയുടെ സീസൺ ആരംഭിക്കുന്നു. ടൈപ്പ് ചെയ്തിടുക. ഇതിൽ ദൈവത്തിൻ്റെ പ്രസാദം, ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ ഗൈഡൻസ് ഇതെല്ലാം ധാരാളമായി ഒഴുകുന്നൊരു സീസണിലേക്ക് ഞാൻ പ്രവേശിക്കുക. പ്രത്യേകിച്ച് ഈ പുതിയൊരു സാമ്പത്തിക വർഷം ഞാൻ അനുഗ്രഹിക്കപ്പെടും. ഈ തിരുവെഴുത്ത് ഉടനീളം വായിക്കുമ്പോൾ നമുക്ക് പല സ്ഥലങ്ങളിൽ വചനത്തിൽ ഓപ്പൺ ഹെവൻ്റെ സീസണുകൾ ഇങ്ങനെ മാർക്ക് ചെയ്യപ്പെടുന്നത് കാണാം. അതെന്താണത്? ഡിവൈൻ ഇൻ്റർവെൻഷൻ ആൻഡ് റെവലേഷൻ. ദൈവികമായ ചില ഇടപെടലുകളും ദൈവികമായ വെളിപാടുകളും ഒക്കെ വരുന്നൊരു സീസൺ. അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് സീസൺ പറയാം, ക്ലോസ്ഡ് ഹെവൻ. ഫോർ എക്സാമ്പിൾ, ക്ലോസ്ഡ് ഹെവൻ്റെ 2 സീസൺ, മേജർ 2 സീസൺ ഞാൻ നിങ്ങളോട് പറയാൻ പോവുക. പറഞ്ഞോട്ടെ. ഒന്ന്, മോശയുടെ നേതൃത്വത്തിൽ ജനം പുറത്തേക്ക് വരുന്നതിന് മുമ്പ്, അതായത് ഈജിപ്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നതിന് മുമ്പുള്ള 400+ ഇയേഴ്സ്, അതൊരു ക്ലോസ്ഡ് ഹെവൻ്റെ സീസണാണ്. മലാഖി പ്രവചനത്തിന് ശേഷം മത്തായിയുടെ സുവിശേഷം വരെയുള്ള ആ കാലഘട്ടം 400 വർഷം. അപ്പോൾ 400 വർഷം. മോശയ്ക്ക് മുമ്പ്, മോശയിലൂടെ വന്ന ആ വലിയ പുറപ്പാടിന് മുമ്പുള്ള 400 വർഷം. അതുപോലെ യേശുവിലൂടെയുള്ളൊരു പുറപ്പാട്, അതാണ് പുതിയ നിയമത്തിൻ്റെ എക്സഡസ് എന്ന് പറയുന്നത്. യേശുവിലൂടെയുള്ള ലിബറേഷനാണ്. 2 ലിബറേഷൻ മൂവ്മെൻറ്റുകളാണ് മൊത്തം ഹിസ്റ്ററിയിലുള്ളത്. ഒന്ന് മോശയുടെ നേതൃത്വത്തിലുള്ള ലിബറേഷൻ മൂവ്മെൻറ്റ്, 2 യേശുവിൻ്റെ നേതൃത്വത്തിലുള്ള ലിബറേഷൻ മൂവ്മെൻറ്റ്. മോശയുടെ നേതൃത്വത്തിലാണ് പഴയ നിയമത്തിൻ്റെ ലിബറേഷൻ നടക്കുന്നതെങ്കിൽ യേശുവിൻ്റെ നേതൃത്വത്തിലാണ് പുതിയ നിയമത്തിൻ്റെ ലിബറേഷൻ നടക്കുന്നത്, സ്വാതന്ത്ര്യം. ഈ രണ്ട് പാച്ചസ്, 2 സീസൺസും ക്ലോസ്ഡ് ഹെവൻ്റെ സീസൺസാണ്. ഇതുപോലെ വേറെയും കുറേ ഉണ്ടായിട്ടുണ്ടായിരിക്കും. ഉദാഹരണത്തിന് ന്യായാധിപന്മാരുടെ പുസ്തകത്തിലൊക്കെ നമുക്ക് പല സീസണുകൾ കാണാം. 20 വർഷം അവർ ഇന്ന ആളുടെ അടിമകളായിരുന്നു എന്നൊക്കെ പറയുന്ന പോലെയുള്ള സീസണുകൾ കാണും. എനിവേ, നിങ്ങളുടെ ജീവിതത്തിൽ ക്ലോസ്ഡ് ഹെവൻ്റെ സീസണുകൾ ഉണ്ടായിട്ടുണ്ടോ? വരൾച്ച, അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ഒരു ദൈവസാന്നിധ്യം അനുഭവിക്കാൻ പറ്റുന്നില്ല, എന്തൊക്കെയോ എന്തൊക്കെയോ സ്വാതന്ത്ര്യമില്ലാത്ത പോലെ, അങ്ങനെയുള്ള സീസൺസ് ഉണ്ടായിട്ടുണ്ടോ? ഗുഡ് ന്യൂസ്. ഏപ്രിൽ 1 ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവപ്രസാദത്തിൻ്റെ ഒരു സീസൺ ആരംഭിച്ചിരിക്കുന്നു. എത്ര പേർ ചാടി എഴുന്നേറ്റ് ഹല്ലേലൂയ പറയും? നിങ്ങളുടെ ജീവിതത്തിലേക്ക്, നിങ്ങളുടെ വീട്ടിലേക്ക്, നിങ്ങളുടെ ഓഫീസിലേക്ക്, നിങ്ങളായിരിക്കും ചിലപ്പോൾ കാറിൽ ഇത് കേട്ടുണ്ട്, സ്പോട്ടിഫൈയിലോ അല്ലെങ്കിൽ ആപ്പിൾ പോഡ്കാസ്റ്റിലോ അല്ലെങ്കിൽ പല പോഡ്കാസ്റ്റ് ഉണ്ട്. ഇതിലൊക്കെ നിങ്ങൾ ഇത് ഓഡിയോ കേട്ടുകൊണ്ടായിരിക്കും പോകുന്നത്. ഇരിക്കുന്ന സ്ഥലത്ത് കൈകൾ ഉയർത്തി വണ്ടി ഓടിക്കുകയാണെങ്കിൽ വണ്ടി ഓടിക്കുന്നതിന് ശ്രദ്ധ മാറ്റേണ്ട, പക്ഷേ ഉറക്കൊരു ഹല്ലേലൂയ പറഞ്ഞോ. ഒരു ഓപ്പൺ ഹെവൻ സീസൺ എൻ്റെ ജീവിതത്തിലും കർത്താവ് തുറക്കുകയാണ്. ഏറ്റുപറയുക. അത് കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തൊക്കെ ഇടുക. മത്തായി 3:16 When Jesus was baptized, heaven was opened and spirit descended. യേശു സ്നാനപ്പെട്ട സമയത്ത് സ്വർഗം തുറന്നു, ആത്മാവ് പ്രാവ് രൂപത്തിൽ അങ്ങ് ഇറങ്ങി വന്നു. ഇതുപോലെ ഒരു ഇറക്കം, ദൈവാത്മാവിൻ്റെ ഇറക്കം നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ മിനിസ്ട്രിയിലൊക്കെ നിങ്ങൾ അനുഭവിക്കാൻ പോവുക. വീണ്ടും കൈകൾ ഉയർത്തി ഉറക്കെ ഹല്ലേലൂയ പറഞ്ഞു. Ezekiel chapter 1 verse number 1, the heavens were opened and Ezekiel saw visions of God.
അവിടെ എസെക്കിയേലിൻ്റെ ജീവിതത്തിൽ ശുശ്രൂഷയിൽ സ്വർഗം തുറന്ന് ദർശനങ്ങൾ കാണാൻ തുടങ്ങി. യോഹന്നാൻ 1:51 യു വിൽ സീ ഹെവൻ ഓപ്പൺ ആൻഡ് ദ ഏഞ്ചൽസ് ഓഫ് ഗോഡ് അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ്. സ്വർഗം തുറക്കുന്നതും നിങ്ങളുടെ മേൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് നിങ്ങൾ കാണും. മനുഷ്യപുത്രൻ്റെ മേൽ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത്. ഇവിടെയെല്ലാം ഓപ്പൺ ഹെവൻ സീസൺസ് അല്ലെങ്കിൽ ഓപ്പൺ ഹെവൻ മൊമെൻറ്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ആൻ ഓപ്പൺ ഹെവൻ സിഗ്നിഫൈസ് ദറ്റ് ഗോഡ് ഈസ് ആക്റ്റീവ്ലി വർക്കിംഗ് എമംഗ് ഹിസ് പീപ്പിൾ. എന്താണ് ഓപ്പൺ ഹെവൻ അർത്ഥമാക്കുന്നത്? ദൈവം തൻ്റെ ജനങ്ങൾക്ക് വേണ്ടി തൻ്റെ ജനങ്ങളിടയിൽ വളരെ സജീവമായിരിക്കുന്നു. ഇത്രയും നാൾ എല്ലാവരും ചോദിച്ചുകൊണ്ട് ദൈവം എവിടെ? ദൈവം മിണ്ടുന്നില്ലല്ലോ, ദൈവം ഇടപെടുന്നില്ലല്ലോ, ദൈവം ഇതിനൊരു പരിഹാരം വരുത്തുന്നില്ലല്ലോ. അങ്ങനെ പറഞ്ഞ ആ സീസൺ അങ്ങ് പെട്ടെന്ന് മാറി ജനങ്ങളിലേക്ക് ദൈവിക ഇടപെടലുകൾ വരുന്നൊരു സീസൺ. അതാണ് ഓപ്പൺ ഹെവൻ സീസൺ. ഇങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കുക. ഈ മഴയുമില്ല, ഭയങ്കരമായ ഡ്രൗട്ട്, ഭയങ്കരമായ എങ്ങനെയാണ് പറയുന്നത്, ഭയങ്കരമായൊരു വരൾച്ചയിലൂടെ പൊക്കൊണ്ടിരിക്കുക. പെട്ടെന്നാണ് കാർമേഘങ്ങൾ വന്ന് മഴമേഘങ്ങൾ വന്ന് മഴ പെയ്യാൻ തുടങ്ങും. ഭയങ്കരമായ മഴ. വാവ്! ആ സമയത്തൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെ ആദ്യമായിട്ടൊരു മഴ പെയ്യുന്ന സമയത്ത് പുറത്തേക്ക് അങ്ങ് ചാടിയ മഴയത്ത് കിടന്ന് തുള്ളിക്കളിക്കും. നമ്മുടെ പാരൻസൊക്കെ ഭയങ്കര ബഹളമുണ്ടാക്കും, പനി വരൂടാ, അകത്ത് കയറാ എന്നൊക്കെ പറയുമെങ്കിലും കുട്ടികളായിരിക്കുന്ന സമയത്ത് നമുക്കതൊരു ഭയങ്കരമായ സന്തോഷം, മഴയത്ത് കിടന്ന് കളിക്കുക എന്ന് പറയുന്നത്. അതുപോലൊരു ഡൗൺ പോർ ഒന്ന് ചിന്തിച്ചു നോക്കുക. അതാണ് സ്വർഗം തുറന്നുള്ള അനുഗ്രഹ വർഷം, ഷവേഴ്സ് ഓഫ് ബ്ലെസ്സിങ് അല്ലെങ്കിൽ ആശിഷമാരിയുടെ കാലഘട്ടം എന്ന് പറയുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, ഏപ്രിൽ മാസം 2026 ഏപ്രിൽ മാസം 1 തീയതി ഏപ്രിൽ ഫൂളല്ല, നിങ്ങൾ ഫൂളല്ല, പകരം ഒരു ഓപ്പൺ ഹെവൻ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് തുറന്നിടുക. സ്വർഗം നിങ്ങളുടെ മേൽ കർത്താവ് തുറന്നിടുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഡൗൺ പോർ, ആത്മപകർച്ച, അതിഭയങ്കരമായ അനുഗ്രഹങ്ങളുടെ വർഷം, ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ വരികയാണ്. വിശ്വസിക്കുകയാണെങ്കിൽ വീണ്ടും കൈകൾ ഉയർത്തി ഉറക്കെ ഹല്ലേലൂയ കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിട്ട്. നമ്പർ 2, ഫെയ്ത്ത്ഫുൾ ഒബീഡിയൻസ് ഇൻവൈറ്റ്സ് ഗോഡ്സ് ബ്ലെസ്സിങ്. വളരെ വിശ്വസ്തയോടുകൂടെ അനുസരിക്കാമെങ്കിൽ അത് ദൈവിക അനുഗ്രഹങ്ങളെ ക്ഷണിച്ചു വരുത്തും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിശ്വസ്തമായ ദൈവത്തെ അനുസരിക്കുന്നൊരു സ്വഭാവം ഉണ്ടെങ്കിൽ ദൈവിക അനുഗ്രഹങ്ങളെ ഇൻവൈറ്റ് ചെയ്ത് വീട്ടിൽ കയറ്റും. ഇൻ മലക്കായ് ഗോഡ് കണക്ട്സ് ഓപ്പൺ ഹെവൻ വിത്ത് ഫെയ്ത്ത്ഫുൾ ഒബീഡിയൻസ്. കാരണം മലാക്കി പ്രവചനത്തിൽ നമ്മൾ കാണുന്നത് അവരുടെ യഹൂദജനത്തിൻ്റെ, ഇത് പഴയ കാലമാണ്, പഴയ നിയമമാണ്, യഹൂദജനത്തിൻ്റെ വിശ്വസ്തയോടെയുള്ള അനുസരണം. ആ ഭാഗത്ത് പറയുന്നത്, നിങ്ങൾ വിശ്വസ്തയോടുകൂടെ ദൈവത്തിന് ദശാംശവും വഴിപാടും എല്ലാം കൊടുക്കുകയാണെങ്കിൽ, വിശ്വസ്തമായി അനുസരിച്ചാൽ. പുതിയ നിയമത്തിൻ്റെ കാലഘട്ടമല്ല ആ സമയത്ത്. ഇന്ന് നമുക്കതിനേക്കാൾ വ്യത്യസ്തമായ ഗ്രേസ് ഗിവിംഗ് ആണുള്ളത്. ഗോഡ് കണക്ട്സ് ഓപ്പൺ ഹെവൻ വിത്ത് ഫെയ്ത്ത്ഫുൾ ഒബീഡിയൻസ്. വളരെ വിശ്വസ്തമായ നമ്മുടെ അനുസരണത്തോടാണ് തുറക്കപ്പെട്ട സ്വർഗത്തെ കണക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ തുറക്കപ്പെട്ട സ്വർഗം നമ്മുടെ അനുസരണത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു. കേൾക്കുന്നുണ്ടോ? ദ പീപ്പിൾ ആർ എൻകറേജ് ടു ഓണർ ഗോഡ് വിത്ത് ദെയർ ഓഫറിങ്സ് ആൻഡ് ട്രസ്റ്റ് ഹിസ് പ്രൊവിഷൻ. അന്നത്തെ കാലത്ത് ദൈവം ജനങ്ങളോട് പറഞ്ഞൊരു കാര്യം ഇതാണ്: നിങ്ങൾ ദൈവത്തെ നിങ്ങളുടെ വഴിപാടുകളാലും ദൈവത്തിന് കൊടുക്കുന്നതിനാലും ദശാംശം ആലയത്തിലേക്ക് കൊണ്ടുവരുന്നതിലൂടെ ബഹുമാനിക്കാമെങ്കിൽ എന്ത് സംഭവിക്കും? സ്വർഗം തുറന്ന് ഹലോ, ഭൂമിയല്ല, സ്വർഗം തുറന്ന്, പത്തായപ്പുര തുറന്നിട്ടല്ല, സേഫ് തുറന്നിട്ടല്ല, ഏതെങ്കിലും ഒരു ഗോഡൗൺ തുറന്നിട്ടല്ല, സ്വർഗത്തിൻ്റെ പാണ്ഡികശാലകൾ, സ്വർഗീയ ഭണ്ഡാരങ്ങൾ തുറന്ന് നിങ്ങളുടെ മേൽ ആവശ്യത്തിന് അനുഗ്രഹങ്ങളെ ഞാൻ വർഷിക്കും. അത്രയും വിശ്വസിക്കുന്നെങ്കിൽ കൈകൾ ഉയർത്തി ഉറക്കെ ബഡാ ഹല്ലേലൂയ പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുക. ടൈപ്പ് ചെയ്തിടുക ഓപ്പൺ ഹെവൻ. ഒരു പ്രാവശ്യം ചെയ്തല്ലോ ബ്രദറെ, അനേക പ്രാവശ്യം ചെയ്തു, തുറന്നു വരട്ടെ. സദൃശവാക്യങ്ങൾ 3, 9, 10 വചനങ്ങളിൽ ഓണർ ദ ലോർഡ് വിത്ത് യുവർ വെൽത്ത് ആൻഡ് യുവർ ബാൺസ് വിൽ ബി
ഫിൽഡ്. നിങ്ങളുടെ സമ്പത്ത് കൊണ്ട് ദൈവത്തെ ബഹുമാനിക്കുക. ആൻഡ് യുവർ ബാൺസ് വിൽ ബി ഫിൽഡ്. നിങ്ങളുടെ പാണ്ഡികശാലകൾ അല്ലെങ്കിൽ സംഭരണശാലകൾ നിറയും. ദൈവത്തെ നിങ്ങളുടെ സമ്പത്ത് കൊണ്ട് ബഹുമാനിച്ചാൽ അതൊരു ഭയങ്കര സംഭവമാണ്. അതൊരു പ്രിൻസിപ്പിളാണ്. അത് ദശാംശം ഇന്നതെന്നും ഒന്നുമല്ല പറയുന്നത്. സമ്പത്ത് കൊണ്ട് ദൈവത്തെ ഓണർ ചെയ്താൽ എന്ന് വെച്ചാൽ സുവിശേഷ വേലയ്ക്ക് കൊടുക്കുക, കർത്താവിൻ്റെ വേലയ്ക്ക് കൊടുക്കുക, ദരിദ്രർക്ക് കൊടുക്കുക. ആ രീതിയിൽ നമ്മൾ ചെയ്യാമെങ്കിൽ ലൂക്കോസ് 6:38 ഗിവ് ആൻഡ് ഇറ്റ് വിൽ ബി ഗിവൻ ടു യു. കൊടുപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. കൊടുക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? ദൈവത്തെ ബഹുമാനിക്കുന്നു. 2 Corinthians 9:8 ഗാഡ് ഈസ് ഏബിൾ ടു ബ്ലെസ് യു അബൻഡൻ്റ്ലി. നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുവാൻ ദൈവം ശക്തനാണ്. ഇവിടെ ഒബീഡിയൻസ് എന്ന് പറയുന്നത് ഇറ്റ് ക്രിയേറ്റ്സ് സ്പേസ് ഫോർ ഗോഡ്സ് ബ്ലെസ്സിങ്സ് ടു ഫ്ലോ. നമ്മൾ ഈ ഭൂമിയിൽ അനുസരിക്കുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നമ്മളിലൂടെ ഒഴുകുവാൻ ഉള്ളൊരു സ്പേസ് അല്ലെങ്കിൽ ഒരു ചാനലിനെ അത് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഞങ്ങളിപ്പോൾ താമസിക്കുന്ന വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഇറിഗേഷൻ കനാൽസ് ഉണ്ട്. ഇറിഗേഷൻ കനാൽസ് എന്ന് ഉദ്ദേശിക്കുന്നത് അറിയാലോ, ചില നാടുകളിലൂടെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഒരു പ്രത്യേക രീതിയിലുള്ള കനാൽസ് ഉണ്ടാക്കിയിട്ട് അതിലൂടെ വെള്ളം തുറന്നു വിടും. ആ വെള്ളം ഇങ്ങനെ എല്ലാ ഗ്രാമങ്ങളിലൂടെ, നാട്ടിലൂടെ, വില്ലേജുകളിലൂടെ ഇങ്ങനെ പോയി അതിങ്ങനെ ആ സ്ഥലങ്ങളെല്ലാം നനച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കനാൽ മുഴുവൻ പണിത് നല്ല രീതിയിൽ അതിൻ്റെ ഇനോഗ്രേഷൻ കഴിഞ്ഞു. പക്ഷേ വെള്ളം തുറന്നു വിടുന്നില്ലെങ്കിലോ, ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് വെള്ളം റിലീസാക്കിയാൽ മാത്രമേ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഈ പറഞ്ഞ രീതിയിലുള്ള കൈവഴിയായി തിരിഞ്ഞ് പോകുന്ന ചില സ്ഥലങ്ങളിൽ അക്വാഡക്റ്റുകൾ നിങ്ങൾ കാണും. അതിലൂടെ എല്ലാമാണ് ഇത് പോകുന്നത്. പക്ഷേ ഏറ്റവും അറ്റത്തുള്ള ഓപ്പണിങ്ങിൻ്റെ അവിടെ അത് തുറന്നില്ലെങ്കിലോ ഇതെല്ലാം വെറുതെയാകും. ആ തുറക്കുന്ന ആ പോയിൻ്റ് അല്ലെങ്കിൽ ആ തുറക്കുന്ന ആ ഷട്ടർ, ദർ ഈസ് അവർ ഒബീഡിയൻസ്. വിശ്വാസത്തോടെ നാം ദൈവത്തിന് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവത്തെ അനുസരിക്കുമ്പോഴാണ് ഇത് റിലീസാകുന്നത്. അപ്പോൾ ഫെയ്ത്ത്ഫുൾ ഒബീഡിയൻസ് ഓപ്പൺസ് പാത്ത് വേസ് ഫോർ ഡിവൈൻ പ്രൊവിഷൻ. വിശ്വസ്തയോടെ ദൈവത്തെ അനുസരിക്കുമ്പോൾ അത് ദൈവികമായ കരുതലിൻ്റെ വഴികൾ, കൈവഴികൾ അത് തുറന്നുവിടും. നമ്പർ 3, ഓപ്പൺ ഹെവൻ ബ്രിങ്സ് ഓവർഫ്ലോയിങ് പ്രൊവിഷൻ. തുറക്കപ്പെട്ട സ്വർഗം നിറഞ്ഞ് കവിഞ്ഞ് പുറത്തേക്ക് ഒഴുകുന്ന ദൈവത്തിൻ്റെ കരുതലുകളെ കൊണ്ടുവരുന്നു. ഗോഡ് പ്രോമിസസ് ബ്ലെസ്സിങ്സ്. എല്ലാവർക്കും അറിയാമല്ലോ, ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നു വാഗ്ദത്തം തന്നിട്ടുണ്ട്. സോ abundant that there will not be enough room to contain them. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നമ്മുടെ വീട്ടിൽ സ്ഥലം പോരാതെ വണ്ണം അനുഗ്രഹിക്കാമെന്നാണ് കർത്താവ് പറയുന്നത്. നിങ്ങളായിരിക്കുന്ന വീട് ഇന്ന് തന്നെ നിങ്ങളൊന്ന് വെറുതെ ചുമ്മാ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ മുറികളിലും, പ്രത്യേകിച്ച് അടുക്കള, സ്റ്റോർ ഹൗസ് ഉണ്ടെങ്കിൽ അവിടെ വാടക വീടായിരിക്കും, എന്ത് വീടും ആയിക്കോട്ടെ, നിങ്ങൾ ഉള്ളതിൽ ചിലപ്പോൾ 1 മുറി കാണും, 2 മുറി കാണും, 10 മുറി കാണും, എത്ര മുറിയാണെങ്കിലും ഒന്ന് ചുറ്റി നടക്കുക, പ്രാർത്ഥിച്ചുകൊണ്ട് ചുറ്റി നടക്കുക. എന്നിട്ട് ഇങ്ങനെ ചിന്തിക്കുക, കർത്താവ് പറയുന്നു സ്ഥലം പോരാതെ വണ്ണം അനുഗ്രഹിക്കും. അപ്പോൾ കാണുക, ഇതിലെല്ലാം നന്മകൾ, അനുഗ്രഹങ്ങൾ വന്ന് ഈ വീട്ടിൽ നിറഞ്ഞിട്ട് സ്ഥലമില്ല. അതുകൊണ്ട് അറിയാവുന്നവർക്ക്, ആവശ്യക്കാർക്കൊക്കെ നമ്മൾ എടുത്തു കൊടുക്കുന്നു. അതുപോലൊരനുഭവം ഉണ്ടാകും എന്ന് വിശ്വസിക്കണം. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഞാൻ പറയുന്ന വാക്കുകൾ കേട്ട് അതുപോലെ ചെയ്യണേ. ചുമ്മാ അങ്ങ് പ്രാർത്ഥിച്ചിടക്കുക, എല്ലാ മുറികളിലും പ്രാർത്ഥിച്ച് നടക്കുക. അവിടെ എല്ലാം നിറയും. നിങ്ങൾക്ക് ചില വീടുകളൊക്കെ ഗ്രാമപ്രദേശങ്ങളിൽ കാണും, വലിയൊരു വീട് അല്ലെങ്കിൽ മെയിൻ വീട് കുറച്ച് മാറി വിറകുപുര അല്ലെങ്കിൽ സ്റ്റോർ ഹൗസ് പോലെ അതും ഇതൊക്കെ ഇട്ടി വെക്കുന്ന സ്ഥലങ്ങളൊക്കെ കാണും. അവിടെ വരെ കയറണം. എന്നിട്ട് കാണുക മനസ്സിൽ, ദൈവം എന്നെ തുറക്കപ്പെട്ട സ്വർഗം കൊണ്ട് അനുഗ്രഹിക്കും. ഇതെല്ലാം അങ്ങ് നിറയാൻ പോവുക. നിങ്ങൾ ആടുകളെ വളർത്തുകയോ കോഴിയെ വളർത്തുകയോ എന്തെങ്കിലുമൊക്കെ കൃഷിയൊക്കെയാണ്, അവിടെയൊക്കെ അങ്ങ് നടക്കുക. സ്ഥലം പോരാതെ വണ്ണം അനുഗ്രഹിക്കും. ഈ വചനം പറഞ്ഞിട്ട് നടക്കുക. സ്ഥലം പോരാതെ വണ്ണം എൻ്റെ ദൈവം എന്നെ ഈ വർഷം, ഈ സാമ്പത്തിക വർഷം അനുഗ്രഹിക്കാൻ പോകുക. ഏപ്രിൽ മാസം
1-ാം തീയതി ഞാൻ വിശ്വസിക്കുന്നു, സ്ഥലം പോരാതെ വണ്ണം എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും. വാ കൊണ്ട് പറഞ്ഞ് 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 നടക്കുക. സങ്കീർത്തനങ്ങൾ 23:5 മൈ കപ്പ് ഓവർഫ്ലോസ്, എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയും. എഫെസ്യ ലേഖനം 3:20 ഗോഡ് ഈസ് ഏബിൾ ടു ഡു ഇമ്മെഷറബിളി മോർ ദൻ ഓൾ വി ആസ്ക് ഓർ ഇമാജിൻ. നാം ചോദിക്കുന്നതിലും നിനക്കുന്നതിലും അത്യന്തം പരമായി നമ്മെ അനുഗ്രഹിക്കുവാൻ ശക്തനായൊരു ദൈവമുണ്ട്. ഫിലിപ്പ് ലേഖനം 4:19 ഗോഡ് വിൽ സപ്ലൈ ഓൾ യുവർ നീഡ്സ് അക്കോർഡിംഗ് ടു ഹിസ് റിച്ചസ് ഇൻ ഗ്ലോറി. അവിടെ പറയുന്നതനുസരിച്ച് എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ ക്രിസ്തുവേശുവിൽ തൻ്റെ മഹിമാധനത്തിനൊത്തവണ്ണം തീർത്തു തരും. ഈ വചനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുക. ഈ 1-ാം തീയതി തന്നെ സൂപ്പർ നാച്ചുറൽ ബ്ലെസ്സിങ് പറയുക, ടൈപ്പ് ചെയ്യുക. കമൻറ്റ് സെക്ഷനിലൊക്കെ ധാരാളമായി ടൈപ്പ് ചെയ്തിടുക. വിശ്വസിക്കുന്നെങ്കിൽ ഞാനിത് പറയുമ്പോൾ ഒരു റിലീസ് ഞാൻ അനുഭവിക്കുന്നുണ്ട്. സ്പിരിറ്റ് റെലമിൽ ഒരു റിലീസ് ദൈവമക്കളുടെ കുടുംബത്തിലേക്ക് വന്ന് ചേരട്ടെ. ഗോഡ് ജനറോസിറ്റി ഓഫ്റ്റൻ എക്സീഡ്സ് ഹ്യൂമൻ എക്സ്പെക്റ്റേഷൻ. മാനുഷിക പ്രതീക്ഷകളെ ഒക്കെ കവിഞ്ഞ് അല്ലെങ്കിൽ കവച്ച് വയ്ക്കുന്നതാണ് ദൈവത്തിൻ്റെ ഉദാരമനസ്കത. ദൈവം ലിബറലായി ലാവിഷായി ധാരാളമായി നൽകുന്നവനാണ്. ചില വാട്ടർ ടാങ്കുകൾ, വാട്ടർ റിസർവോയേഴ്സ് കണ്ടു കാണും. അതിലിപ്പോൾ 4000 ലിറ്റർ അല്ലെങ്കിൽ 40,000 ലിറ്റർ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇത് പമ്പ് ചെയ്ത് അവിടെ നിന്നായിരിക്കും എല്ലായിടത്തേക്കും പോകുന്നത്. ഇത് പമ്പ് ചെയ്ത് അതിൻ്റെ കപ്പാസിറ്റി മുകളിലേക്ക് ഒഴിക്കുകയാണെങ്കിലോ പുറത്തേക്ക് ഇങ്ങനെ ഒഴുകി ഇങ്ങനെ പോകാൻ തുടങ്ങും. അതൊന്ന് കാണാമോ? എൻ്റെ പാനപാത്രം നിറഞ്ഞ് കവിയുന്നു എന്ന് വെച്ചാൽ ഇപ്പോൾ ഇതാണ് എൻ്റെ പാനപാത്രം എന്ന് വിചാരിക്കും. ഞാനിങ്ങനെ പാനപാത്രം പിടിച്ചേക്കുക. ഇതിലേക്ക് ഒരാളിങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുക, വെള്ളം ഒഴിച്ചു, ഇവിടെ വരെ എത്തി, നിറഞ്ഞ് ഇവിടെ വരെ എത്തി. സാധാരണ ഇത്രയും വരെയൊക്കെ ചായയൊക്കെ നമ്മളെടുക്കും, കോഫി, ടീ, എന്തെങ്കിലും ചൂടുവെള്ളമൊക്കെ എടുക്കണം, ഇത്രേ എടുക്കുകയുള്ളൂ. അതിൽ കൂടുതലായാൽ കൊണ്ടുപോകാനും ബുദ്ധിമുട്ടാണ്. പക്ഷേ ഞാനിങ്ങനെ പിടിച്ചേക്കും. പക്ഷേ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കും. ഇത് നിറഞ്ഞ് ബ്രിമ്മിൽ വരെ എത്തി, എന്നിട്ട് ഇത് വീണുകൊണ്ടിരുന്നാൽ അത് പുറത്തേക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. ആ ഒരളവിൽ ദൈവത്തിന് നമ്മെ അനുഗ്രഹിക്കുവാൻ താല്പര്യമുണ്ടെന്ന് ഈ വർഷം. സൂപ്പർ നാച്ചുറൽ ബ്ലെസ്സിങ്. എല്ലാവരും ഒന്ന് വാഗൊണ്ട് പറ, സൂപ്പർ നാച്ചുറൽ ബ്ലെസ്സിങ്. നമ്പർ 4, ഓപ്പൺ ഹെവൻ എനേബിൾസ് കിങ്ഡം ഇമ്പാക്റ്റ്. തുറക്കപ്പെട്ട സ്വർഗത്തിലൂടെ സംഭവിക്കാൻ പോകുന്നത് ദൈവരാജ്യത്തിൻ്റെ സ്വാധീനം എല്ലായിടങ്ങളിലും ഉണ്ടാകും. ഈ ദൈവം സ്വർഗം തുറക്കുമ്പോൾ അതിൽ നിന്നുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് വെറും കുറച്ച് വ്യക്തികൾ ദൈവമക്കൾ അനുഗ്രഹിക്കപ്പെടുക എന്നതിനപ്പുറത്ത് കിങ്ഡം എക്സ്പാൻഷനാണ്. ഞാനൊന്ന് പ്രവചിച്ചോട്ടെ, നിങ്ങളുടെ കണ്ണിലോട്ട് നോക്കി. നിങ്ങളെ കർത്താവ് ആവശ്യത്തിലധികം അനുഗ്രഹങ്ങൾ തന്ന് അങ്ങ് നിറയ്ക്കാൻ പോവുക. ആവശ്യത്തിലധികം എന്ന് വെച്ചാൽ നിറയ്ക്കുകയല്ല, നിറഞ്ഞ് കവിയിക്കാൻ പോവുക. ആവശ്യത്തിലധികം പണം, ആവശ്യത്തിലധികം ഫേർണിച്ചർ, ആവശ്യത്തിലധികം വാഹനങ്ങൾ, എന്തുമായിക്കോട്ടെ, എന്ത് റിസോഴ്സസ്, ആവശ്യത്തിലധികം വന്നാൽ ഉടനെ ഓർക്കണം, അതെനിക്ക് വേണ്ടി മാത്രമുള്ളതല്ല, മറ്റുള്ളവർക്കുള്ളതാണ്. അവിടെയാണ് കിങ്ഡം എക്സ്പാൻഷൻ നടക്കുന്നത്. സോ ദൈവം ആവശ്യത്തിലധികം നമ്മുടെ കയ്യിൽ തരുമ്പോൾ മിഷൻസിന് കൊടുക്കാൻ, പലവിധ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് കൊടുക്കാൻ, ബിൽഡിംഗ് ഫണ്ടിന് കൊടുക്കാൻ, എന്തിനു വേണമെങ്കിലും കൊടുക്കാൻ, ആവശ്യത്തിലധികം ദരിദ്രരെ സഹായിക്കാൻ, വലിയ പ്രോജക്റ്റുകൾ ചെയ്യാൻ, ഇതിനൊക്കെ ദൈവം നിങ്ങളെ സഹായിക്കും. ഞാനാ പറയുന്നത്, കണ്ണിൽ നോക്കിയാൽ പറയുന്നത്, വിശ്വസിക്കണം. അപ്പോൾ ദൈവം തൻ്റെ ജനത്തെ അനുഗ്രഹിക്കുന്നത് മറ്റുള്ളവരെ സഹായിക്കാൻ, ദൈവരാജ്യത്തെ പണിയാൻ ഒക്കെ വേണ്ടിയിട്ടാണ്. ഉൽപ്പത്തി പുസ്തകം 12:2 ഐ വിൽ ബ്ലസ് യു ആൻഡ് യു വിൽ ബി എ ബ്ലെസ്സിങ്. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായി മാറും. നെഞ്ചിലൊന്ന് കൈവച്ച് പറഞ്ഞ്, ദൈവം എന്നെ അനുഗ്രഹിക്കുക മാത്രമല്ല, എന്നെ ദൈവം അനേകർക്ക് അനുഗ്രഹമാക്കി മാറ്റിയിരിക്കുന്നു. ഇപ്പോഴത്തെ അവസ്ഥ നോക്കരുത്, മാറ്റും. മത്തായി 5:16 ലെറ്റ് യുവർ ലൈറ്റ് ഷൈൻ ബിഫോർ അതേഴ്സ്. നിങ്ങളുടെ വെളിച്ചം മറ്റുള്ളവരുടെ മുമ്പിൽ മറ്റുള്ളവർക്ക് പ്രകാശിക്കട്ടെ. അപ്പോസ്തല പ്രവൃത്തികൾ 1:8 യു വിൽ റിസീവ് പവർ വെൻ ദ ഹോളി സ്പിരിറ്റ് കംസ് അപ്പോൺ യു. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ ലോകത്തിൻ്റെ അറ്റത്തോളവും എൻ്റെ സാക്ഷികൾ ആകും. അപ്പോൾ ദൈവത്തിൻ്റെ മിഷൻ ഈ ലോകത്തിൽ നിറവേറ്റാനാണ് ദൈവമക്കളുടെ കയ്യിൽ കർത്താവ് കാശ് തരുന്നത്. അതല്ലാതെ നമ്മുടെ കാര്യങ്ങൾ മാത്രം ഇങ്ങനെ നടത്തി പോകാനല്ല. അതിനപ്പുറത്തേക്ക് ഒരു വിഷൻ ഉണ്ടാകട്ടെ, ഒരു ദർശനം കാണുക, ഒരു സ്വപ്നം കാണുക. ഇന്നത്തെ എൻ്റെ അവസ്ഥകൾ, ഇന്നിപ്പോൾ 30-ാം തീയതി അല്ലെങ്കിൽ മാസാവസാനം എത്തിക്കുന്നത് ഞരങ്ങി വലിഞ്ഞാണെങ്കിൽ
30-ാം തീയതി 31-ാം തീയതി എല്ലാം കഴിഞ്ഞാലും ബാലൻസ് എമൗണ്ട് ഉണ്ടായിട്ട് അതുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ, മറ്റുള്ളവരെ സെർവ് ചെയ്യാൻ എന്നെ ദൈവം സഹായിക്കും എന്നങ്ങ് വിശ്വസിക്കണം. ചുരുക്കി പറഞ്ഞാൽ ഈ ലോകത്തിൽ ദൈവിക അനുഗ്രഹങ്ങളുടെ ഒരു വലിയ ചാനലായി മാറാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ആർ യു റെഡി? കൈനീട്ടാമോ? കർത്താവേ, ഇത് കേൾക്കുന്ന ഓരോരുത്തരെ അതുപോലെ ആക്കണം. ഇന്നത്തെ അരിഷ്ടാവസ്ഥകൾ, ഇന്നത്തെ ദാരിദ്ര്യം, ഇന്നത്തെ വല്ലായ്മകൾ, ഇന്നത്തെ ഇല്ലായ്മകൾ, ഇന്നത്തെ ഡെഫിസിറ്റ് എല്ലാം മാറിപ്പോട്ടെ. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. അങ്ങയുടെ നാമത്തിൽ ജനങ്ങളെ അനുഗ്രഹിക്കുന്നു. സ്ഥലം പോരാതെ കൊണ്ട് അനുഗ്രഹിക്കപ്പെടട്ടെ. അതുപോലെ ഇപ്പോൾ രോഗികളായിരിക്കുന്ന ഈ പിത്താശയം, ഗോൾ ബ്ലാഡറിന് പ്രയാസമുള്ള ആരെയോ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നുണ്ട് യേശുവിൻ്റെ നാമത്തിൽ. അതുപോലെ ഒരു സർജറി വേണം എന്ന് പറഞ്ഞിരിക്കുന്ന പല കേസുകൾ കർത്താവ് സർജറി എടുത്ത് മാറ്റാൻ പോവുക. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. താങ്ക് യു ഫാദർ. ഈ ഈസോഫാഗസ് പോലെയുള്ള ആ ഭാഗങ്ങളിലൊക്കെ വലിയ അതിന് പ്രയാസമുള്ള ആരൊക്കെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കിയാണ്. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. കർത്താവ് നീ അങ്ങനെ അത്ഭുതം ചെയ്തതിനായി നന്ദി, അനുഗ്രഹങ്ങൾ കൊടുത്തതിനായി, കൽപ്പിച്ചതിനായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. സോ എല്ലാവരും കർത്താവ് അനുഗ്രഹിച്ച് ഇതിൻ്റെ ലിങ്കുകളൊക്കെ ഒത്തിരി പേർക്ക് അയച്ചു കൊടുക്കുക. ഗോഡ് ബ്ലെസ് യു. സീ ടുമോറോ. ബൈ.